വെള്ളിയാഴ്ചയാണ് സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കർണ തടിക്കുന്ന സംഭവം ഉണ്ടായത്. തുടർന്ന് സംഭവം നടന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും സ്കൂൾ മാനേജ്മെൻറ്റ് കുറ്റക്കാരനായ അധ്യാപകന് മേൽ യാതൊരു ആക്ഷനും എടുക്കാതായതുകൂടെ ASFിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രതിഷേധമാണ് സെൻറ് മൈക്കിൾസ് സ്കൂളിന് മുമ്പിൽ വെച്ച് നടന്നത്. എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്? നമ്മൾ സത്യത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സ്കൂളിലെ രാവിലെ ഇൻ്റർവെല്ല് സമയത്ത് ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി സ്കൂളിന് വെളിയിലോട്ടല്ല, ആ ക്ലാസ് റൂമിന് വെളിയിലോട്ട് പോയ വിദ്യാർത്ഥിയെ പുറത്ത് നിൽക്കുന്നത് കണ്ട് കയറി വന്ന അധ്യാപകൻ, അവരൊരു 3-4 വിദ്യാർത്ഥികളുണ്ടായിരുന്നു, ആ പുറത്ത് നിന്ന് കയറി വന്ന അധ്യാപകൻ ആ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തുകയും ആ വിദ്യാർത്ഥികളിൽ ഒരാളെ മുന്നിലോട്ട് വിളിച്ചിട്ട് ആ വിദ്യാർത്ഥികളോട് എന്തിനാണ് വെളിയിൽ പോയതെന്നുള്ള രീതിയിൽ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ അവരെ ആക്രമിക്കാൻ വരുന്ന രീതിയിൽ ആദ്യം തല്ലാൻ വേണ്ടി കൈമുട്ടിടിച്ച് ഓങ്ങിയിട്ട് അതിനുശേഷം അതിൽ ഒരു പയ്യൻ പുറത്തോട്ട് നോക്കുന്നത് കണ്ടപ്പോൾ ഈ പരാതി നൽകിയ പയ്യൻ പുറത്തോട്ട് നോക്കിയുന്ന സാഹചര്യത്തിൽ അവൻ്റെ കർണക്കുറ്റിക്കിട്ട് കൈ നീട്ടി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ വിഷയത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആ പയ്യനും മാനസികപരമായിട്ടും ഈ അധ്യാപകൻ മർദ്ദിച്ചതിൽ വളരെയധികം പ്രതിഷേധവും അതേപോലെ തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ മാനേജ്മെൻറ്റ് അത് കണ്ടില്ലെന്ന് നടിക്കുകയും ഇവിടുത്തെ പ്രിൻസിപ്പൾ അടക്കം അത് കണ്ടില്ലെന്ന് നടിക്കുകയും അധ്യാപകനെ സംരക്ഷിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു നിലപാടുമായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ ആ പയ്യൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ AISFിൻ്റെ പ്രതിനിധികളും ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെ പരാതി ബോധിപ്പിക്കുവാനും ഇവരെ കണ്ട് സംസാരിക്കുവാനും വരുന്ന സാഹചര്യത്തിൽ ആ പരാതി പോലും ആ പയ്യൻ തല്ലിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ആ പയ്യനെ തല്ലുന്നത് കണ്ടെന്നുള്ള വിദ്യാർത്ഥികൾ അവനെ തല്ലിയെന്ന് പറയുമ്പോഴും പയ്യൻ്റെ മാതാപിതാക്കൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ ഒരു തുടർ നടപടിയും പരാതിയുമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോഴും ആ പറയുന്നതിനെ ഈ സ്കൂളിലെ പ്രിൻസിപ്പളും ഇവിടുത്തെ മാനേജരും അത് കണ്ടില്ലെന്ന് നടിക്കുകയും അത്തരത്തിൽ നമുക്ക് പരാതിയായിട്ട് പോകണമെങ്കിൽ അത് ഞങ്ങൾ ആലോചിച്ചു കൊള്ളാം, ഈ സ്കൂളിൽ പ്രതിഷേധവുമായിട്ടല്ല AISF ആദ്യം കടന്നു വരുന്നത്, ഈ വിഷയം എന്താണെന്ന് തിരക്കുവാൻ വേണ്ടി, ഈ പരാതിയിന്മേൽ കഴമ്പുള്ള വിഷയം എന്താണെന്ന് തിരക്കുവാൻ വേണ്ടിയിട്ടാണ് AISF ഇവിടെ വന്നത്. അത്തരത്തിൽ AISF ഇവിടെ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഈ സ്കൂളിന് വെളിയിൽ നിന്ന് സംസാരിച്ചാൽ മതി, ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലോട്ട് വളരെ മോശമായ രീതിയിലോട്ട് നമ്മൾ സംസാരിക്കാൻ വന്നതാണ്. ആ സംസാരിക്കാൻ വന്ന ഞങ്ങളെയാണ് വളരെ മോശമായിട്ട് വെളിയിലോട്ട് നിർത്തുന്ന അല്ലെങ്കിൽ വെളിയിലോട്ട് പോകാൻ പറഞ്ഞ് നിർത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനിലും ഉൾപ്പെടെ പരാതി കൊടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. AISFിൻ്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് AISF തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് ഈ സ്കൂളിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല. ഈ സ്കൂളിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളെ ജാതിയുടെ പേരിൽ അവരുടെ സംവരണത്തിൻ്റെ പേരിൽ അപമാനിക്കുന്ന തരത്തിലോട്ടുള്ള വിഷയങ്ങളുമായിട്ട് AISFിൻ്റെ മുന്നിൽ എത്തുമ്പോഴും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കും, അവരൊക്കെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ആയിരിക്കും, പക്ഷേ അവർക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കാത്ത തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തുന്ന ഒരു മാനേജ്മെൻറ്റാണ് ഈ സ്കൂളിൽ ഉള്ളത്. അതിനെതിരെ AISF വരും ദിവസങ്ങളിലും ഈ അധ്യാപകനെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ നടപടിയുമായിട്ട് AISF പോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. എല്ലാവരും ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ അധ്യാപകരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് നിലവിൽ വീണ്ടും വിദ്യാർത്ഥികൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിലപാട് ഈ മാനേജ്മെന്റ് പിൻവലിക്കണം. ഈ അധ്യാപകനെതിരെ, ജോസ് എന്ന് പറയുന്ന ഈ അധ്യാപകനെതിരെ കൃത്യമായൊരു നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം AISFിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ ഈ വിഷയം ബന്ധപ്പെട്ട് വളരെ കൃത്യമായി സമാധാനപരമായി ഈ വിഷയം സംസാരിക്കാൻ വന്നപ്പോൾ മാനേജറുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ യോഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ നിലപാട്, അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടന ലക്ഷ്യം. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം കൃത്യമായിട്ടുണ്ടെങ്കിൽ ഒരു അധ്യാപകന് ഒരു വിദ്യാർത്ഥിയുടെ കവളട്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഒരു തെറ്റ് തിരുത്താനുള്ള നടപടി നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതാണ് ഞങ്ങൾ ശക്തമായിട്ട് ഈ മുന്നിൽ വെക്കാറുള്ളത്. ഒന്നാമതായിട്ട് സംഭവം തെറ്റാണെന്നുള്ളത് ഞങ്ങൾ അന്ന് തന്നെ അംഗീകരിച്ചിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അധ്യാപകന് ഒരിക്കലും വിദ്യാർത്ഥി അങ്ങനെ ചെയ്യാനുള്ള ഒരു റൈറ്റുമില്ല. അത് അധ്യാപകൻ സോറി പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്. അധ്യാപകൻ ചെയ്ത തെറ്റ് അധ്യാപകൻ അംഗീകരിച്ചു എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ
സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളെ വീട്ടിൽ പോയി അവരെ കണ്ട് അവരോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നെ നിങ്ങൾ ഇന്നലെ വന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം വന്ന് സംസാരിച്ച സമയത്തും നിങ്ങളും സംസാരിച്ചിട്ട് പോയപ്പോൾ ഒരു 3 ദിവസം നിങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ്, 3 ദിവസം നിങ്ങൾ സമയം തരാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയത്. ഇന്നലെ വന്ന് സംസാരിച്ച് പോയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളാൽ പറ്റുന്ന, അതായത് ഒരു ക്ഷമ പറഞ്ഞ് ഞങ്ങൾ തെറ്റിനെ അംഗീകരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്ഷനിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം പിറ്റേ ദിവസം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതിന് ചെറിയൊരു സമയമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതൊരു നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്. ഞങ്ങൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളതിൻ്റെ ഒരു സാവകാശം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ നിങ്ങൾ എടുക്കണം. അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ വേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ആലോചിക്കേണ്ട ഒരു സാവകാശം വേണം. പിന്നെ ഇന്നലെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കും വലിയ നമ്പർ ഉണ്ടായിരുന്നു അവിടെ സംസാരിക്കാൻ വന്നപ്പോൾ കേടുകളെ. അപ്പോൾ ആദ്യമേ ഈ കുട്ടിയോടും കുട്ടിയുടെ കുടുംബക്കാരോടും സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ളവരോട് സംസാരിക്കാമെന്നാണ് ആദ്യമേ പറഞ്ഞത്. തീർത്തും ഒഴിവാക്കിയതല്ലായിരുന്നു. ഒരു സംസാരത്തിൽ നിന്ന് വലിയൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നതാണ്. അതായിരുന്നു ഇന്നലത്തെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞങ്ങളൊന്നും കാണുന്നുള്ളൂ. സ്കൂളിൽ അങ്ങനെയൊരു സംഭവങ്ങൾ റെഗുലറായിട്ട് സംഭവിക്കുന്നതുമല്ല. ഇവിടെ മുമ്പ് പഠിച്ചവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിള്ളേർ ഡിസിപ്ലിൻ സ്ട്രിക്റ്റ് ആകുന്ന അധ്യാപകരെ നമ്മളെല്ലാവരും അത്ര ഇഷ്ടപ്പെടുന്ന രീതിയല്ല. ചില അധ്യാപകർ കൂടുതൽ സ്ട്രിക്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാലും അത് പിള്ളേരുടെ തിന്മയൊക്കെ എറിഞ്ഞോ ശിക്ഷിക്കുന്ന ഒരു രീതി, പിള്ളേരെ കൊളുത്തറിക്കുന്ന രീതിയൊന്നും ഇതിൽ മുൻപൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്കൂൾ അങ്ങനെ ഒരു അഭിപ്രായം ഇതിനു മുമ്പ് വേറെ ആരുടെയും ഭാഗത്ത് അങ്ങനെ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എടുത്തിരിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കണം എന്നാ വേണ്ടതെന്നുള്ളത്. നിങ്ങളതിനെക്കുറിച്ച് പറയുന്നതും നമുക്കൊരു ഞങ്ങൾക്കൊരു ഒറ്റ ഉറപ്പ് കിട്ടിയാൽ മതി, ഈ അധ്യാപകനെതിരെ ഒരു നടപടി എടുക്കണം. കാരണം നമ്മളിത് പറയുമ്പോഴും ഒരു 16 വയസ്സുള്ള ഒരു പയ്യനെ മർദ്ദിക്കുന്ന, കവളത്തടിക്കുക എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടൊരു ക്ഷമയിലൊതുങ്ങുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്കതൊരിക്കലും കാണിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുക. കാരണം നമുക്കൊരു വടിയെടുത്ത് അടിച്ചിരുന്നെങ്കിൽ പോലും നമുക്കതിൽ പറയുന്നതിലോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുറ്റക്കേട് കാണിക്കുന്നു എന്നുള്ളതിലോ നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് മുഖത്തടിക്കുക എന്ന് പറയുമ്പോഴും ആ പയ്യന് പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഒരിക്കലും അംഗീകരിച്ചു പോകുവാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല. അതുകൊണ്ട് ശക്തമായിട്ട് ISFൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ഈ വിഷയത്തിൽ അധ്യാപകനെതിരെ കർശനമായിട്ടൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. ഇല്ല എങ്കിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള സമരങ്ങളിലേക്ക് പോകും. എന്തെങ്കിലും ഒരു നടപടി അധ്യാപകനെതിരെ സ്വീകരിക്കണം, അങ്ങനെ ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. അധ്യാപകനെതിരെ നടപടി എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് പ്രിൻസിപ്പൾ എന്ന നിലയിലും മാനേജർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഞങ്ങൾക്കത് കോർപ്പറേറ്റ് സെക്രട്ടറിയെ ഞങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ്. അല്ല, ഇത് തെറ്റുപറ്റിയെന്നുള്ള കാര്യം ബോധ്യമാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് അന്ന് തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഈ കുട്ടിയെ മനഃപൂർവ്വമായിട്ട് അടിച്ചു എന്ന അല്ല അവിടെ നടന്നത്. നമുക്ക് ഏതൊരു കാര്യവും അതിൻ്റെ 2 വേർഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് അടിച്ചതായിട്ടും നിങ്ങൾക്ക് പറയാം, സത്യത്തിൽ നേരെ നോക്കാനായിട്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ആദ്യം ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ അച്ഛൻ ഇവിടെയുള്ള മാധ്യമപ്രതികളിലെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുക. തെറ്റ് സമ്മതിച്ചു, തെറ്റ് അംഗീകരിച്ചു, അത് ഞാൻ ബോധ്യമുണ്ടെന്നല്ലേ പറഞ്ഞത്. തെറ്റാണ്. പിന്നെ നടപടി വേണ്ടേ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. അന്നേരം തന്നെ സാറ് ആ കുട്ടിയോട് ഞങ്ങൾ പിന്നീട് ആ കുട്ടി എൻ്റെ അടുക്കൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ഷമ പറഞ്ഞു. സാർ അതിനോട് ക്ഷമ പറഞ്ഞു. കുട്ടിയായിട്ട് സംസാരിച്ചിട്ടില്ല, സംസാരിച്ചു. ആര് പറഞ്ഞു സംസാരിച്ചില്ല? പേരൻസുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവസാനം അവര് പറഞ്ഞിട്ട് പോയത്, ഞങ്ങളെ അറിയിക്കണം, 2 ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു പറഞ്ഞത്. ഇതിനകത്ത് മാഡം നമുക്ക് വേറെ ചർച്ചയും തർക്കമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ, ഈ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണം. അവര് നമ്മളോട് അത് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിന്മേൽ വരുന്ന 2 ദിവസത്തിനകം കുട്ടിയുടെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട AISFന്റെ പ്രതിനിധികളുടെയും മുമ്പിൽ ഈ വിഷയത്തിൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ അറിയിക്കും. അത്തരത്തിൽ അറിയിക്കുമെന്ന് നമുക്കിപ്പോൾ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ഉറപ്പ് ലംഘിക്കുകയോ അധ്യാപകനെ
അധ്യാപകനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ AISF അതിശക്തമായ സമരങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് നടത്തുമെന്നുള്ള അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അവസാനിപ്പിക്കുന്നു. പ്രതിഷേധത്തെ തുടർന്ന് AISF നേതാക്കളെ വിളിച്ച് സ്കൂൾ മാനേജ്മെൻറ്റ് ചർച്ച നടത്തിയെങ്കിലും അധ്യാപകൻ ചെയ്തത് കുറ്റമാണെന്ന് അംഗീകരിക്കുകയല്ലാതെ കൃത്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിലെ ചർച്ചകളിലൂടെ ഇതിൽ കൃത്യമായ നടപടി തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.